നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് കുറച്ച് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒരു പിക്ക് എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അത് എഡിറ്റ് ചെയ്യാതെ ആരും തന്നെ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം എഡിറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫോട്ടോയുടെ നല്ലൊരു രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് നല്ല രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, അതായത് എഡിറ്റ് ചെയ്ത ഫോട്ടോയും കണ്ടാൽ നല്ലൊരു മാറ്റം തോന്നും. അപ്പോൾ ശരിക്കും ഫോട്ടോ എഡിറ്റിംഗ് അറിയാത്തവരാണെങ്കിൽ പോലും ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 5 ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി ഇടുക. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് PicsArt. അതായത് ഗൂഗിളിൽ നിന്നും അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞ ആപ്ലിക്കേഷനാണ്. അത് ബേസിക് ആയിട്ട് ആൻഡ്രോയിഡിൽ നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് എല്ലാ തരം ഫീച്ചേഴ്സും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് PicsArt. ഞാൻ ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ PicsArt തന്നെയാണ്. അത് എൻ്റെ വീഡിയോയുടെ തമ്മിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ PicsArt ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ PicsArt മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെയുണ്ട്. വളരെ എളുപ്പമാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട്. എഡിറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓരോ ടാബുകളും എന്തിനു വേണ്ടിയുള്ളതാണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ നമുക്ക് അതിനകത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, കൊളാഷ് നിർമ്മിക്കാം, നമുക്കത് ഡ്രോ ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ പൈസ കൊടുത്ത് പ്രോ വെർഷൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വീഡിയോ എഡിറ്റ് ചെയ്യാം, കുറച്ചുകൂടെ കൂടുതൽ ഫിൽറ്റേഴ്സ് ലഭിക്കും, അതുപോലെ കുറച്ചുകൂടെ കൂടുതൽ ഫോണ്ട് സ്റ്റൈലുകൾ ലഭിക്കും. അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബേസിക് ആയിട്ട് കുറച്ചും കൂടെ എഫക്ട്സ് കാര്യങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനും നല്ല വൃത്തിക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു PicsArt എന്ന് പറയുന്നത് ശരിക്കും ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്നതിലുപരി ഒരു സോഷ്യൽ മീഡിയ കൂടിയാണ്. ആ PicsArtൽ നമുക്ക് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തവരുടെ ഫോട്ടോകൾ കാണാനും ലൈക്ക് ചെയ്യാനും നമുക്കുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ബേസിക് ആയിട്ട് ഒരു PicsArt എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. വേറെ ഫോട്ടോസ് എടുക്കാനും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ എറേസ് ചെയ്യണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് പോകാനായിട്ട് അത്രയ്ക്ക് വൃത്തിക്ക് പോകുകയല്ല, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയണം. അങ്ങനെ അത്യാവശ്യം ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്തുണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വളരെ എളുപ്പമുണ്ട് ഓരോ എഡിറ്റിംഗും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം, അതായത് ഭയങ്കര പരസ്യമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ. നമ്മളിപ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ഭയങ്കരമായിട്ട് പരസ്യങ്ങൾ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനാണെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ നേരത്തും എല്ലാം പോസ്റ്റ് അത് ആർച്ച് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ താഴെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ പരസ്യം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ആ ഒരു കുറവല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. അടുത്ത രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ്. അതെല്ലാവർക്കും തന്നെ അറിയാം, ഗൂഗിളിന്റെ ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ സ്നാപ്സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഫോട്ടോയിൽ ഈ ഒരു ഫോണ്ടിന് മണ്ടയിൽ കയ്യിൽ ഒട്ടിച്ചേക്കുന്നതല്ല, ഫോണ്ട് ഏതിനു ശേഷം അത് മായ്ച്ച് കളഞ്ഞേക്കുന്നതാണ് ഈ ഒരു ഫോട്ടോസ് എല്ലാം കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത്രയും നല്ല രീതിയിൽ ഇതിനകത്ത് പെർഫെക്ഷൻ ആയിട്ട് അത് എറേസ് ചെയ്യാനും അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് ഫിൽറ്റേഴ്സ്, അതായത് HDR, പോപ്പ്, അങ്ങനത്തെ കുറച്ച് ഫിൽറ്റേഴ്സ് കൊടുക്കാനും അതുപോലെ സാധാരണ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇല്ലാത്ത പലതരം ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെഡ് പോസ് ആണ്. അതായത് നമ്മുടെ തലയുടെ പൊസിഷൻ മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്ന അറിയത്തില്ല, കാരണം ഏതായാലും നല്ല വൃത്തിയായിട്ട് നമ്മളിപ്പോൾ തല മുകളിലേക്ക് നോക്കിയിട്ടാണ് ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ അത് താഴ്ത്തി വെക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കുമെന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. അതായത് നല്ല വൃത്തിയുള്ള ഫോണ്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീനും സിമ്പിളുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ. ഒരുപാട് വലിയ അങ്ങനത്തെ എഡിറ്റിംഗ് ഒന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ എല്ലാ ടാബുകളും ഷോർട്ട് ചെയ്ത് നല്ല എളുപ്പമാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും അതുപോലെ സേവ് ചെയ്യാനും. അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ നോർമൽ ഫീച്ചേഴ്സിനെക്കാളും ഉപരി കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. അടുത്ത ആപ്ലിക്കേഷനാണ് അഡോബിന്റെ ഫോട്ടോഷോപ്പ്. അപ്പോൾ ഈ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഡെസ്ക്ടോപ്പിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഫോട്ടോഷോപ്പാണ് ഏറ്റവും മെയിൻ. അതുപോലെ തന്നെ അഡോബിന്റെ ആൻഡ്രോയിഡിലുള്ള ഫോട്ടോഷോപ്പാണ് ഞാൻ ഈ പറഞ്ഞ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അത് ഡെസ്ക്ടോപ്പിലെ പോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഒരുപാട് ഫിൽറ്റേഴ്സ് കൊടുക്കാനും നല്ല രീതിയിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനും സാധിക്കും. കുറച്ചും കൂടെ അത് PicsArt ഒക്കെ പറഞ്ഞാൽ ബേസിക് ആയിട്ടൊരു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കുറച്ചും കൂടെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കണ്ണിന്റെ കളർ മാറ്റാനും അതുപോലെ കുറച്ചുകൂടെ കൂടുതൽ നല്ല ഫിൽറ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓരോ ടാബുകളും എന്തിനുള്ളതാണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും കുറച്ചാൾ ഉപയോഗിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരാൾ പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കുറച്ച് ടഫായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ. ആ ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ കണ്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഫോട്ടോ ക്രോപ്പ് ചെയ്യാൻ നേരത്ത് എല്ലാ സോഷ്യൽ മീഡിയയിലെ സൈസിൽ അവൈലബിൾ ആണ്. അതായത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയാലും ഫേസ്ബുക്ക് പ്രൊഫൈൽ ആയാലും ഫേസ്ബുക്ക് കവർ ആയാലും അങ്ങനെ എല്ലാ ക്രോപ്പ് സൈസുകളും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് നല്ല ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ക്രോപ്പ് സൈസുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഒരുപാട് തരത്തിലുള്ള ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്.
ബാക്കിയുള്ള പല ആപ്ലിക്കേഷനും വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള ടെക്സ്റ്റുകൾ, അതായത് പല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല രീതിയിലുള്ള ടെക്സ്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷനാണ് അഡോബിന്റെ തന്നെ ഫോട്ടോഷോപ്പിന്റെ ലൈറ്റ് റൂം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് ഫോട്ടോ എഡിറ്റിംഗ് അല്ല, മെയിൻ ആയിട്ട് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് ആ ഒരു ഫോട്ടോ വേറൊരു ഫോട്ടോ ലെവലാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫിൽറ്റേഴ്സ് കൊടുത്ത് മൊത്തത്തിൽ ആ ഫോട്ടോ മാറ്റി മറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഫോട്ടോ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് എഫക്ട്സ് കൊടുത്ത് ഈ ഒരു ഫോട്ടോ ലൈറ്റ് റൂമിലൂടെ നന്നായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക്, നന്നായിട്ട് അറിയാവുന്നവർക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഈ ലൈറ്റ് റൂമിലൂടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും കുറച്ച് പാടാണ് മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ല ഫോട്ടോസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഫിൽറ്റേഴ്സ് നൽകാൻ, അതായത് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാനായിട്ട് ഇത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ വേറെ ഇല്ല. അടുത്ത ആപ്ലിക്കേഷനാണ് പിക്ഷോട്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനും വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനുള്ള സൗകര്യം. ബേസിക് ആയിട്ട് എഡിറ്റിംഗ് ഓപ്ഷൻസും ഉണ്ട്, പക്ഷെ അതിൽ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും അതുപോലെ താഴത്തെ ഡ്രിപ്പ് കൊടുക്കാനും സ്പൈറൽ കൊടുക്കാനും അങ്ങനത്തെ വിങ്സ് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഇതും ഏകദേശം പിക്സാർട്ട് പോലെ തന്നെയാണ്. കുറച്ച് പരസ്യങ്ങളൊക്കെ ഇതിനകത്തും വരും. അപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ടും ഇതും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് അല്ലാതെ തന്നെ കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ പെർഫെക്റ്റ് ആണ്. മിറർ ഇമേജ് കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ വ്യത്യസ്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഇതിൽ സാധാരണ പോലെ കൊളാഷും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയുടെ ക്രോപ്പ് സൈസും നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചും പറയാം. ഇപ്പോൾ ഞാനീ പറഞ്ഞ 5 ആപ്ലിക്കേഷനുകളും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അത്ര പക്കയായിട്ടൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം കുറച്ച് നാൾ കുറേ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ മാത്രമേ അതിനകത്ത് എല്ലാ ഓപ്ഷൻസും മനസ്സിലാക്കി നല്ല രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിക്സാർട്ടും സ്നാപ്സീഡുമാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ അതിനകത്ത് കൂടുതലായിട്ടും ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിക്സാർട്ട് കയറ്റി ക്രോപ്പ് ചെയ്ത് ആ ഒരു സൈസിലേക്ക് മാറ്റിയെടുക്കും. അത് കഴിഞ്ഞ് അതിനുശേഷം ലൈറ്റ് റൂമിൽ കയറി ഫിൽറ്റേഴ്സ് കൊടുത്ത് ആ ഒരു HDR മോഡിലേക്ക് മാറ്റും. അതിനുശേഷം സ്നാപ്സീഡ് വന്നിട്ട് അതിന് താഴെ ആ ഒരു ഫോണ്ട് മാറ്റി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഫോണ്ട് കൊടുക്കും. അങ്ങനെ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ആപ്ലിക്കേഷനോടെ എഡിറ്റ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനുകളും ഒരുമിച്ച് വർക്ക് ചെയ്ത് നല്ല ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ ഈ 5 ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഉള്ളൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി ഓൾ ആക്കി ഇടുക. കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.